രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഹൈഷു ഒരു ദിവസം കൊണ്ട് തന്നെ 3 പേരുമായി പൊരുത്തപ്പെട്ടു. ഇല്ലെങ്കിലും വേറെ പ്ലാനൊന്നും നടക്കില്ല, അതുകൊണ്ട് ഇത് തന്നെ ശരണം. റൂമിലെത്തിയ ഐഷു ബെഡിൽ ധ്രുവിനെ കാണാതെ വന്നതും നേരെ ഫാൽക്കിയുടെ കൂട്ടിലേക്കെത്തി. എന്തേ നിങ്ങളുടെ ബോസ് എവിടെ പോയി? കിളിക്ക് കയ്യും കുത്തി ചോദിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്റെ മുരുക നീയേ തുണ. മുകളിലേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു. ആദ്യമേ ഫ്രഷായി വന്നതും ഇങ്ങേര് വന്നില്ലേ? എവിടെയെങ്കിലും പോട്ടെ, ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. ഐഷു പതിയെ ബെഡിൽ കിടന്നു. കുറച്ചു മണിക്കൂർ കഴിഞ്ഞതും തന്റെ കഴുത്തിൽ എന്തോ അമരുന്നതറിഞ്ഞ ഐഷു അലറിക്കൊണ്ട് വേഗം ചാടി എഴുന്നേൽക്കാൻ നോക്കി. എവിടെന്നു ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇഷ, അനങ്ങാതെ കിടക്ക്. അത് കേട്ടതും കൊച്ചു കണ്ണുകൾ അടച്ചു കിടന്നു. പേടിയുള്ളതുകൊണ്ടൊന്നുമല്ല, ഉറക്കമെന്ന കുട്ടി പിന്നെ കുംഭകർണിയാണ്. രാവിലെ കണ്ണു തുറന്ന ഐഷു പതിയെ കൈയെടുത്തു നോക്കിയതും 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ പറ്റുന്നില്ല. കഴുത്തിനു കീഴെ കണ്ണോടിച്ചതും കണ്ടു തന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവനെ. അതെ, ഒന്ന് മാറോ? ഐഷു ധ്രുവിനെ വിളിച്ചു. കൈയെല്ലാം കൂട്ടിക്കെട്ടിയതുപോലെയാണ് ധ്രുവ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നനങ്ങാൻ പോലും പറ്റിയില്ല. ഷൂ ഷൂ ഐഷു ഒന്നുകൂടി വിളിച്ചു. അവൻ വേഗം കഴുത്തിൽ നിന്ന് എഴുന്നേറ്റു. ഓ, സമാധാനം. നീട്ടി ശ്വാസം വലിച്ചു വിട്ടത് ധ്രുവ് അതേപടി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഐഷു പകച്ചുപോയി. കണ്ണുകൾ തള്ളി ധ്രുവിനെ നോക്കിയതും അവൻ അവളുടെ മാറിൽ നിന്നും നീറ്റിയുടെ മുൻവശം താഴേക്ക് വലിച്ചു പതിയെ അവിടെ നിന്ന് മുത്തിക്കൊണ്ട് നാവുകൊണ്ട് ഉഴഞ്ഞു. ഉണ്ണിയേട്ടാ. കൈരണ്ടും ബെഡിൽ മുറുക്കിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു. അവളുടെ വിളിയിൽ മുഖമുയർത്തി നോക്കിയതും അവൻ കണ്ടു കണ്ണുകളും അടച്ച് കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു കിടക്കുന്നവളെ. അവനൊന്നുകൂടെ ആ വിളി കേൾക്കാൻ മാറിൽ നിന്നും ഒന്നുകൂടി നെയ്റ്റ് വലിച്ചു താഴ്ത്തി ആ മഞ്ചാടിക്കുരുവിനെ ഒന്ന് മുത്തി. ഉണ്ണിയേട്ടാ. അവൻ നൽകുന്ന അനുഭൂതിയിൽ തന്റെ കൈകളെ എടുക്കാൻ സാധിക്കാത്തതും അവനെ തടയാൻ പറ്റാത്തതുമായ നിമിഷത്തെ അവൾ പഴിച്ചു. അവൻ ഒന്നുകൂടി ആ മഞ്ചാടിക്കുരുവിനെ വായിലാക്കി നുണഞ്ഞതും ഐഷു ഉമിനീരിറക്കി തന്നിലുണ്ടായിരുന്ന വികാരത്തെ അടക്കിപ്പിടിച്ചു. വേണ്ട ഉണ്ണിയേട്ടാ. പതിയെ ഒന്നുകൂടി നുണഞ്ഞു വിട്ടുകൊണ്ട് അവളുടെ ലോക്ക് ചെയ്ത കൈകളെ മുകളിലേക്ക് എടുത്തുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. കണ്ണുകൾ അടച്ചു പിടിച്ചാണ് കിടക്കുന്നത്. പതിയെ അവന്റെ മുഖം തന്റെ നേരെ വരുന്നുണ്ടെന്ന് അവന്റെ നിശ്വാസം തന്റെ മുഖത്തടിച്ചതിലൂടെ മനസ്സിലായി. ഓപ്പൺ യുവർ ഐസ് ഇഷ. ഇല്ലെന്ന് തലവെട്ടിച്ച് കാണിച്ചു. നീ തുറന്നില്ലെങ്കിൽ ബാക്കി പൂർത്തിയാക്കാതെ അവളുടെ മാറിൽ ഒരു പിച്ചു വെച്ചു കൊടുത്തു. എന്നും പറഞ്ഞ് അവൾ നിമിഷ നേരം കൊണ്ട് കണ്ണു വലിച്ചു തുറന്നു. അവനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു. തന്നെ വല്ലാത്ത ഭാവത്തോടെ നോക്കുന്നവനെ കാണി ഉള്ളൊന്നു കാളി. അത് പിന്നെ എന്നെ പിച്ചിട്ടല്ലേ? അവന്റെ നോട്ടം കണ്ടത് അവൾ പറഞ്ഞു. അവന്റെ കണ്ണിലെ ഭാവം മാറിയത് അവനെ നോക്കാതെ മുഖം തിരിച്ചു. വലതു കൈ കൊണ്ട് തന്നെ അവളുടെ മുഖം തിരിച്ചത് ഞൊടിയിടയിൽ അവളുടെ അതരങ്ങളെ അവൻ സ്വന്തമാക്കി. പതിയെ തുടങ്ങിയ ചുംബനം തീവ്രതയിലേക്ക് വന്യവുമായി തന്നെ അവൾ ചുംബിച്ചു. ചുണ്ടിൽ നിന്ന് നാവിലേക്ക് കടന്നതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. നാവ് നാഗങ്ങളെപ്പോലെ ചുഴറ്റിയെടുത്തത് അവളുടെ തേനിനെ നുകർന്നുകൊണ്ടിരുന്നു. അവളുടെ ചുണ്ടിന്റെയും നാവിന്റെയും മധുരം അറിയും തോറും അവൻ ആവേശഭരിതനായി. ഐഷുവിനാണ് ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ഒന്നും മിണ്ടാനും സാധിക്കുന്നില്ല. തന്റെ നാവിനെ ചുറ്റിപ്പിടിച്ച് ഉറിഞ്ചി കുടിക്കുകയാണവൻ. നാവ് പറഞ്ഞു പോവും പോലെ തോന്നി അവൾക്ക്. ഒരു വിധത്തിൽ അവൾ വലത് കൈയെടുത്ത് അവന്റെ മുതുകിലിട്ടടിക്കാൻ തുടങ്ങി. ഇനിയും ഇത് തുടർന്നാൽ അവൾ മരിച്ചു പോകുമെന്ന് തോന്നിയത് അവളെ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും വിട്ടകന്നു. ആയുഷ് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ നെഞ്ചുഴിഞ്ഞ് ചുമച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരക്ഷരം പോലും ഉരിയാടാൻ പറ്റുന്നില്ല. നാവും ചുണ്ടുമല്ല ഒരു മരവിപ്പ് പോലെ. തൊണ്ടയിൽ നിന്നും എന്തോ കുരുത്തി വലിക്കും പോലെ വേദന. ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ. സ്വന്തം കഴുത്തും നാവും ഒന്ന് തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റതും കയ്യിൽ വീണ്ടും പിടിവേണം. അച്ചു രാവിലെ കണ്ണു തുറന്നതും രോമാവൃതമായ നെഞ്ചാണ്. വെളുത്ത ശരീരത്തിൽ കറുത്ത രോമങ്ങളുള്ളത് ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. അച്ചു ഒരു കുസൃതി പതിയെ ആ രോമത്തിൽ പിടിച്ചു വലിച്ചു. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ എഴുന്നേൽപ്പിക്കും വിധമായിരുന്നു പിന്നീട് നടന്നത്. എന്തോ വലിക്കുന്നത് പോലെ അറിഞ്ഞ ദശ പതിയെ കണ്ണു ചിമ്മി തുറന്നു. നോക്കുമ്പോൾ തന്നെ നെഞ്ചിൽ കിടക്കുന്നവളാണ്.
ചരിച്ചാണ് മുഖം വെച്ചിരിക്കുന്നത്. ഇടത് കൈ കൊണ്ട് പതിയെ രോമത്തെ ചുറ്റി വലിക്കുന്നുണ്ട് പെണ്ണ്. അച്ചു രോമം വലിക്കുന്തോറും ആ ഭാഗത്ത് ചുവന്നു വരും. പിന്നെ അതിന്റെ അടുത്ത ഭാഗത്ത് നിന്ന് വീണ്ടും വലിച്ച് അവിടെ വീണ്ടും ചുമക്കും. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തത് നെഞ്ചിൽ വട്ടത്തിൽ ചുവന്ന് കിടപ്പുണ്ട്. വെളുത്ത ശരീരമായതുകൊണ്ട് തന്നെ നല്ല തക്കാളി പോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ദശപതി അവളുടെ ഇടുപ്പിൽ പിടിച്ചതും അതുവരെ രോമത്തിൽ വലിച്ചുകൊണ്ടിരുന്ന അച്ചുവിന്റെ കൈയൊന്ന് നിന്നു. അച്ചു പതിയെ ദക്ഷിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ അവൾ നോക്കുന്നത് കണ്ട് ഉറക്കം നടിച്ചു കിടന്നു. ദശ ഉറക്കമാണെന്ന് കണ്ടത് അച്ചു വീണ്ടും തന്റെ പണി തുടങ്ങി. വലിക്കും, അവിടെ വീണ്ടും ചുമക്കും, അത് വിടും, വീണ്ടും വേറെ സ്ഥലത്ത് നിന്ന് വീണ്ടും വലിക്കും. പെട്ടെന്നാണ് ദശ അച്ചുവിന്റെ ഇടുപ്പിൽ പിച്ചിയത്. അച്ചു ഒന്ന് ഉയർന്നു പൊങ്ങി ദശന്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു തന്നെ ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കുന്നവനെ. അവനെ നോക്കാൻ സാധിക്കാതെ മുഖം തിരിച്ച് നെഞ്ചിൽ വെച്ച് കിടന്നു. ചുണ്ടിലൊരു പുഞ്ചിരിയുമായി. ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് ഇഴയുന്ന കൈയുടെ ചലനത്തിൽ അച്ചു വിറച്ചു തുടങ്ങി. പതിയെ ബ്ലൗസിന്റെ ഓരോ ഹുക്കും അഴിക്കുന്നതറിഞ്ഞ അച്ചു ഞെട്ടലോടെ ദശന്റെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെ അവളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ആ ചുണ്ടിലേക്ക് ചേക്കേറി. വന്യമായി തന്നെ ഇരു ചുണ്ടുകളും നുകർന്നുകൊണ്ടിരുന്നു. അവന്റെ ചുംബനത്തിന്റെ തീവ്രതയിൽ അച്ചുവിന്റെ കൈകൾ അവന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിമുറുക്കി. അവനിലേൽക്കുന്ന ഓരോ വേദനയും അവനിൽ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുണ്ടിലെ തേനിനെ വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് അവന്റെ കൈകൾ അവളുടെ ഇടതുമാറിൽ പിടിമുറുക്കിയതും അച്ചു കണ്ണുകൾ അടച്ചുപോയി. വളരെ പതിയെ അവയെ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ കൈയുടെ ചലനത്തിൽ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവളിൽ നിന്നും ഒരു സിൽക്കാരം പുറത്തേക്ക് വന്നതും ദക്ഷിന്റെ പിടി ഒന്നുകൂടെ മുറുകി. ശ്വാസം വില്ലനായി തോന്നിയതും ചുണ്ടിൽ നിന്നും പതിയെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കഴുത്തിൽ പതിയെ ചുംബിച്ചുകൊണ്ടിരുന്നു. അച്ചുവിന് ശ്വാസമെടുക്കാൻ കുറച്ച് പ്രയാസം തോന്നിയെങ്കിലും പതിയെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ചു കിടന്നു. ഇതേ സമയം ശത്രുക്കൾ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. എല്ലാവരും അവരുടെ പ്ലാൻ പ്രകാരം കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ പുറത്തെത്തിക്കണം. എന്നിട്ട് വേണം എല്ലാത്തിനും ഒരുമിച്ചില്ലാതാക്കാൻ. ഓരോരോ ശത്രുക്കളായി കൂടിച്ചേർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ, ഐഷു സ്വന്തം കഴുത്തും നാവും തടയിക്കൊണ്ട് പറഞ്ഞു. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റതും കയ്യിൽ വീണ്ടും പിടിവീണു. ഐഷു എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. കണ്ണുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് നോക്കാൻ കാണിച്ചു. ഐഷു തന്റെ നെഞ്ചിലേക്ക് നോക്കിയതും അയ്യേ, ഇത്ര നേരം ഇങ്ങനെയായിരുന്നു നിന്നേ. അവൾ വേഗം തന്നെ നെയ്റ്റി പിറകിലേക്ക് കഴുത്തിലേക്ക് വലിച്ചിട്ടു. ചെക്കൻ നേരത്തെ നെയ്റ്റി മുമ്പിലേക്ക് വലിച്ചിട്ട് അതേ അവസ്ഥയിലാണ് ഐഷു എഴുന്നേറ്റ് നിന്നത്. അതായത് രമണ, അവളുടെ മാർഗൾ പകുതിയും അനാവൃതമായിരുന്നു. എന്തുകൊണ്ടോ ഐഷുവിന് അവനെ നോക്കാൻ സാധിച്ചില്ല. ചമ്മലോ നാണമോ തല താഴ്ത്തിക്കൊണ്ട് വേഗം ബാത്റൂമിലേക്ക് കയറി. ധ്രുവ അവളുടെ ചമ്മല കൊണ്ടൊന്ന് ചിരിച്ച് നേരെ ബാൽക്കണിയിലേക്ക്. ഐഷു ഫ്രഷായി നേരെ വാണം വിട്ട പോലെ മുറിയിൽ നിന്ന് ഓടി. അവൾ പോയത് കണ്ടത് അവൻ നേരെ ഫ്രഷാക്കാൻ കയറി നേരെ ജിമ്മിലേക്ക് വിട്ടു. 2 മണിക്കൂർ അതിൽ ചിലവഴിച്ച് പിന്നെയും ബാത്റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് വന്നു. ഓടിക്കിതച്ചുകൊണ്ട് വരുന്ന ഐഷുവിനെ കണ്ട് കിച്ചുമ്മ സംശയിച്ചു. എന്താ മോളെ? ഹേയ്, ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ ഒന്നും ആയിരിക്കില്ല. അളിയൻ എന്തെങ്കിലും പടി തന്നിട്ടുണ്ടാവും, അതാണ് ഈ വാണം വിട്ട പോലെ ഓടിയത്. ഐഷുവിന്റെ ഓട്ടവും സംസാരവും കേട്ട് അപ്പു പറഞ്ഞു. അപ്പുവിനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും അച്ചുവും കൂടി. ഞാൻ ആലോചിക്കുമായിരുന്നു നിന്നെ കണ്ടില്ലല്ലോ എന്ന്. എന്താ ചേട്ടൻ പണി തുടങ്ങിയോ? തോന്നി നിന്റെ മുഖം കണ്ടപ്പോ തന്നെ. മതി ചിരിച്ചത്. നിന്റെ അതേ അവസ്ഥ തന്നെ എനിക്കും. ചിരിക്കടി, നിനക്ക് ഇതിനപ്പുറം കിട്ടും, നോക്കിക്കോ. മനുഷ്യനൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ പോലെ ആക്കി ആ കാലം. ധ്രുവേട്ടൻ കേൾക്കണ്ടോ? ഓ പിന്നെ അങ്ങനെ മൂക്കി വലിച്ചു കേട്ടാല് ഒന്ന് പോടി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഒരാൾ വരുന്നതെന്ന് പാവ ഐഷു അറിഞ്ഞില്ല. ധ്രുവേട്ടൻ വരുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ധ്രുവിനെ കണ്ടച്ച് പറഞ്ഞു. മുരുക, ഞാൻ പറഞ്ഞത് കേട്ട് കാണുവോ? ഇല്ലായിരിക്കും. ഇനി കേട്ടാലും എനിക്കൊരു ചുക്കൂല്ല. അച്ചുവിനെ വിളിച്ചുകൊണ്ട് ഐഷു വേഗം അടുക്കളയിലേക്ക് കയറി. കിച്ചു അമ്മയെ സഹായിക്കാൻ. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. കണ്ണ, ഉണ്ണി, ഇന്ന് തന്നെ 2 പേരും മക്കളുടെ വീട്ടിൽ പൊക്കോണം. യെസ് പാപ്പ. പിന്നെ മക്കളെ, അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അപ്പൊ ഒരുമിച്ച് പോയാൽ മതി. ഒരു 2 മണിക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു കാറിൽ ദശു, മറ്റേ കാർ ധ്രുവും ഐഷുവും ഫാമിലിയും. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് നേരെ മുംബൈ എയർപോർട്ടിലേക്ക്.
അവിടെ നിന്ന് 2 മണിക്കൂർ കൊണ്ട് തന്നെ അവർ നാട്ടിലെത്തി. എല്ലാവരും നേരത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര ആസ്വദിക്കുന്നത്. ധ്രുവിന്റെ അടുത്ത് ഐഷു, ദശിന്റെ അടുത്ത് അച്ചു, വൈദു, അപ്പു, പിന്നെ കൃഷ്ണനും മാലതി. ദശ അച്ചുവിന്റെ വീട്ടിലേക്കും ധ്രുവ് ഐഷുവിന്റെ വീട്ടിലേക്കും പോയി. ദശ കാറ് നിർത്തിയതും, മോളെ ഇറങ്ങല്ലേ, അമ്മ ഇപ്പൊ വരാം. വൈദു വരുന്നത് അറിയാമ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിരുന്നു. വൈദു, ആരതി കത്തിച്ചു വെച്ചിട്ടുണ്ട്, നീ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. ആ മക്കളെ ഇറങ്ങി വാ. ദശു അച്ചുവും ഇറങ്ങി വാതിക്കൽ വന്നു നിന്നു. വൈദു ആരതി ഒഴിഞ്ഞു. ഇരുവർക്കും കുങ്കുമം ചാർത്തി കൊടുത്തു. മക്കളകത്തേക്ക് കയറിക്കോ. അച്ചു, മോന് റൂം കാണിച്ചു കൊടുക്ക്. ഹാ അമ്മ. വാ ദിശേട്ടാ. മുറിയിലെത്തിയതും അച്ചുവിന് ആകെ ചമ്മല് തോന്നി. ഇതിനേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ട് ദശേട്ടന്റെ മുറിക്ക്. ഇവിടെയാണെങ്കിൽ ഒരു കട്ടിൽ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമുള്ളൂ. ബാത്റൂം അറ്റാച്ച്ഡ് ആയതിന് കുഴപ്പമില്ല. ദശേട്ട ഫ്രഷ് ആയിക്കോ. തന്റെ മുറിയായി ഒഴിഞ്ഞു നോക്കുന്ന ദശിനോടായി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ തന്റെ ഷർട്ട് അഴിച്ചു. അത് കണ്ട് അച്ഛൻ തിരിഞ്ഞു നിന്നു. ദശേട്ടൻ ഡ്രസ്സ് മാറി, ഞാൻ അച്ഛന്റെ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ട് വരാം. അവനൊരു ടർക്കിയും എടുത്തു കൊടുത്ത് അവൾ പോയി. അവളൊന്ന് നോക്കിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി വന്നു കാട്ടിൽ ഒരു മുണ്ടും ഷർട്ടും കണ്ടു. അതെടുത്തെടുത്തുകൊണ്ട് അവൻ കണ്ണാടിയിൽ നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കള്ളിമുണ്ട് ഷർട്ട് ഇടുന്നേ. ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നി. മോനെ വാ, ചായ കുടിക്കാം. സന്ധ്യ ആകുന്നതേ ഉള്ളൂ. അച്ചു, പോയി കുളിച്ച് വിളക്ക് വെക്ക്. എന്നിട്ട് 2 പേരും കൂടി ഇവിടുത്തെ അമ്പലത്തിലൊന്ന് പോയിട്ട് വാ. ദശേട്ടാ. ഹാവലിയുടെ അർത്ഥം മനസ്സിലായതു. പോയി റെഡിയായി വാ. മൂളിക്കൊണ്ട് അച്ചു ബാത്റൂമിലേക്ക് കയറി. ദശു താഴേക്കും പോയി. എന്റെ ദേവി, ഞാൻ വിചാരിച്ച ദശേട്ടൻ സമ്മതിക്കില്ലെന്ന്. അച്ചു ഫ്രഷ് ആകട്ടെ, നമുക്ക് നമ്മുടെ ഐഷുവിനെ ധ്രുവിനെ ഒന്ന് കാണാം. 2 അരിച്ച് പിരിഞ്ഞോ ആവോ. ഐഷു, നീ മോന്റെ കൂടെ നിൽക്ക്. അമ്മയും അച്ഛൻ വീട് തുറന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അമ്മ ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടേ? പിന്നെ ഇവിടെ വേറെ ആര് ചെയ്യാൻ? നീ മോന്റെ കൂടെ നിൽക്ക്, ഞങ്ങളിപ്പോ വരാം. അപ്പു വാ. കാർ വീടിന്റെ മുറ്റത്തുള്ള മാവൻ ചോട്ടിൽ കയറ്റിയിട്ടു. എന്തൊരു ചൂടാ, ഇങ്ങർക്ക് ചൂടൊന്നുമില്ലേ? ധ്രുവിനെ നോക്കിക്കൊണ്ട് അവൾ പതിയെ പിറുപിറുത്തു. ധ്രുവ് ഡ്രൈവർ സീറ്റില്, ഐഷു ബാക്ക് സീറ്റുമാണ്. മിററിലൂടെ അവളുടെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഐഷു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും കയ്യിൽ പിടിവീണു. എന്താ നീ ഇപ്പൊ എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നേ? എനിക്ക് ചൂടെടുക്കുന്നു. ഞാനൊന്ന് ശുദ്ധമായി ശ്വസിക്കട്ടെ. അതിനാണോ? അതെ, എന്നോട് പറഞ്ഞ പോരെ, ഞാൻ തരൂലേ. എന്ത് ശുദ്ധവായു? തന്റെ ചുണ്ട് ഒന്നുള്ളിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു ധ്രുവേട്ടാ, എന്റെ നാവ് പറിച്ചെടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ശുദ്ധവായു ശ്വസിക്കുന്ന കാര്യമാണ്. തൊഴുകയോടെ അവൾ പറഞ്ഞു. ഇങ്ങേർക്ക് എപ്പോ നോക്കിയാൽ ഈ ഉമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഉമ്മച്ചൻ തണ്ടി. ഉമ്മ വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊരുമാതിരി മനുഷ്യന്റെ ജീവൻ പറിച്ചെടുക്കുന്നത് പോലെ. ഇതിനൊക്കെ ചേർത്ത് ഞാൻ തന്നോളാം. അവൾ പതിയെ പിറുപിറുത്തു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഐഷുവിന്റെ ചുണ്ടിന്റെ ചലനം കണ്ട് അവൻ ചോദിച്ചു. ഏയ്, അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതാ. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും മാലതിയെത്തി 2 പേരെയും വിളിച്ചു. 2 പേരെയും ആരതി ഒഴിഞ്ഞ് കുങ്കുമം ചേർത്ത് അകത്തേക്ക് കയറ്റി. ഐഷു, മോന് മുറി കാണിച്ചു കൊടുക്ക്. വാ മോനെ. ഒരു മോന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. ചവിട്ടിക്കുലിക്ക് ഐഷു നേരെ റൂമിലേക്ക് പോയി. പിറകെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ധ്രുവ്. ഐഷു റൂമിലെത്തിയത് ഒറ്റ കിടപ്പായിരുന്നു. ബെഡിൽ ഇട്ട ഡ്രസ്സ് പോലും മാറാതെ അവൾ അതേപടി കിടന്നു. ധ്രുവ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അവനകത്തേക്ക് കയറിയത്, മുറിലോക്കിയത് അവളുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അവന്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അവൻ ആ ചുമരിലേക്ക് തന്നെ നോക്കി. ഐഷുവാണ് ഇതൊന്നും അറിയാതെ കുറച്ചു നേരം കണ്ണടച്ച് കിടക്കുകയാണ്. അനക്കൊന്നും അറിയാതെ വന്നത്. ഐഷു പതി കണ്ണു തുറന്നു നോക്കി. തന്റെ മുന്നിലെ ചുവരിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി നിൽക്കുന്ന ധ്രുവിനെ കണ്ട ഐഷു ഒന്ന് സംശയിച്ച് അവൻ നോക്കുന്ന വശത്തേക്ക് നോക്കി. എന്റെ മുരുക, എന്റെ ഹിസ്റ്ററി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ വിളിച്ചു. തുടരും.